ലൈവ് കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്നൊരു കാര്യമുണ്ട്. ബിഗ് ബോസ് പലപ്പോഴും അനുമോളെ ഫേവർ ചെയ്യുന്ന പോലെ. അതായത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇന്ന് ഞാനൊരു സംഭവം ഉണ്ടായി. അതായത് ജയിൽ നോമിനേഷന് ശേഷം, അതായത് ഇന്ന് ജയിലിലേക്ക് പോകേണ്ടത് അനുമോളും അനീഷുമാണ്. അപ്പോൾ ജയിൽ നോമിനേഷന് ശേഷം 4 അംഗ സംഘം, ഇപ്പോൾ അവർ തന്നെ ഇട്ടിരുന്ന പേരെന്ന് പറയുന്നത് ഫോർ ദ പീപ്പിൾ എന്നാണ് അവരുടെ ഗ്രൂപ്പിന്. അതായത് അനുമോൾ, ഷൈത്യ, ആദില, നൂറ, ഈ ഗ്രൂപ്പിന് അവരിട്ടിരുന്ന പേര് ഫോർ ദ പീപ്പിൾ. ഈ ഫോർ ദ പീപ്പിളും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ പല പ്രാവശ്യം അനുമോൾ മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഇന്നല്ല, ഈ സീസൺ തുടങ്ങി ഇത്ര ദിവസത്തിനകം അനുമോൾ ഇന്നല്ല ചെയ്തിട്ടുള്ളത്. 1000 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ലൈവ് കാണുന്ന ഒരാളാണ്, എനിക്കറിയാം. അനുമോൾ മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കുക. ബിഗ് ബോസ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയാണെന്ന് തോന്നുന്നു. ഇന്നലെ നമ്മൾ ഡ്രസ്സിങ് റൂമിൽ പോയിരുന്നു. ഇവർ മൈക്കെല്ലാം ഊരി പുറത്ത് വെച്ചിട്ട് ഡ്രസ്സിങ് റൂമിനകത്ത് കയറിയിരുന്ന് ചർച്ച ചെയ്തു. പക്ഷേ ഇവർക്ക് മനസ്സിലായില്ല ഡ്രസ്സിങ് റൂമിനകത്ത് മൈക്കുണ്ടെന്ന് കേട്ടോ. ഇവർ അവിടുത്തെ ഭയങ്കര ചർച്ചയായിരുന്നു. ഒരുവിധം ചർച്ച കഴിഞ്ഞപ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത് ഡ്രസ്സിങ് റൂമിലിരുന്ന് സംസാരിക്കാൻ പറ്റില്ല, മൈക്ക് എടുത്ത് കൊണ്ട് പുറത്തേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പല പ്രാവശ്യം അനുമോൾ റൂൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അനുമോളുടെ റൂൾ ബ്രേക്ക് ചെയ്യുന്നതൊന്നും അവിടെ ആരും ചോദ്യം ചെയ്തുമില്ല. ചോദ്യം ചെയ്താൽ ചെന്നാൽ ആകെ പറയാനുള്ള ഒറ്റ കാര്യമുള്ള ജിസേൽ റൂൾ ബ്രേക്ക് ചെയ്തു, മേക്കപ്പ് ഇട്ടു, കോഫി എടുത്ത് മേക്കപ്പ് ഇട്ടു. ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അവിടെ ഏറ്റവും കൂടുതൽ റൂൾ ബ്രേക്ക് ചെയ്യുന്ന ഒരു വ്യക്തി അനുമോളാണ്. കാര്യം ഏതെങ്കിലും ക്യാപ്റ്റൻ ആഴ്ച മാറി വരുന്ന ക്യാപ്റ്റന്മാരെ അനുസരിക്കില്ല, ജോലി പ്രോപ്പറായിട്ട് ചെയ്തില്ല, ആകെ കിച്ചണിൽ മാത്രം കിടന്ന് എന്തെങ്കിലും ചെയ്യും. അതായത് ഫ്രണ്ട് നിന്ന് അടുപ്പിലെടുത്ത് കിണ്ടുന്ന മാത്രം, അല്ലാതെ വേറെ ഒരു ജോലിയും ചെയ്യത്തില്ല അനുമോള്. മറ്റുള്ളവർ കൊണ്ട് എല്ലാം അരിഞ്ഞ് പറക്കി കൊണ്ടുവരും, പക്ഷെ അടുപ്പിൻ്റെ അടുത്ത് നിന്ന് ആ സ്ഥാനം മാറിക്കൊടുക്കത്തില്ല. ഇതാണ് അനുമോളുടെ മെയിൻ ഒരു ഗെയിം. കാര്യം വ്യൂസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. അടിമപ്പണി വേറെ ആൾക്കാർക്കും, ഇവിടെ നിന്ന് ഈ കിണ്ടന് മാത്രമേ ഉള്ളൂ അനുമോളുടെ പണി. എന്തായാലും ഈ മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കുമ്പോൾ പല പ്രാവശ്യം ബിഗ് ബോസ് ആ സമയത്ത് അവിടുന്ന് ഫോക്കസ് മാറ്റി വേറെ ആളുകൾ കാണിക്കും. വേറെ ആളുകൾ ഇപ്പോൾ വേറെ എന്തെങ്കിലും കോമഡിയൊക്കെ ആയിരിക്കും പറയുന്നത്, അതൊക്കെ കാണിക്കും. ഇവരെന്തുവാ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി ഇരിക്കുകയായിരിക്കും നമ്മൾ. അവരേതുകൊണ്ട് കുറച്ച് പറഞ്ഞിരിക്കുക, പക്ഷെ അത് കേൾക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് ബിഗ് ബോസ് ആ ഒരു ഭാഗം മാറ്റിക്കളയും. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ശരത്തിനെ കുറിച്ച് ഏതോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മൈക്കിൽ ഷോള് താഴേക്ക് ഇടുമല്ലോ, എന്നപോലെ മൈക്ക് എടുത്ത് താഴേക്ക് ഇട്ടു. എന്നിട്ട് പോലും ബിഗ് ബോസ് ആ സമയത്തൊന്നും പറഞ്ഞില്ല. അപ്പോഴത്തേക്ക് അവിടുന്ന് ഫോക്കസ് മാറ്റിയിട്ട് അപ്പുറത്തിരുന്ന് നമ്മുടെ ശരത്തും അക്ബറും ഒക്കെ സംസാരിക്കുന്ന കാര്യമാണ് കാണിക്കുന്നത്. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ കാണിക്കുന്നത്. അപ്പോൾ ഇവർ കുറച്ച് കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നു മൈക്ക് നേരെ ഇടാൻ. അപ്പോഴത്തേക്ക് ഇവിടെ കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, പിന്നെ ഈ കരച്ചിൽ. ഇതാണല്ലോ ആ ഭാഗത്തേക്ക് ബിഗ് ബോസ് മൈക്ക് നേരിടാൻ പറയുന്നു, അനുമോളുടെ കരയുന്നു. അപ്പം നമ്മൾ പ്രേക്ഷകർ വിഡ്ഢികളാണ്. ഇവരെന്താണ് ആളുകളെ കുറിച്ച് പറയുന്നത് കേൾക്കണ്ടേ. അതായത് അനുമോളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പുറത്തേക്ക് കാണിക്കുന്നത്. മാത്രമല്ല ഇന്നാണ് തോന്നുന്നു പറയുന്നത് അനുമോൾ പല്ല് കടിച്ചുകൊണ്ട് ആരെ എന്തൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മളെ കാണിച്ചിട്ടില്ല. ഇവർ വീട്ടുകാർ ചർച്ച ചെയ്യുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അതായത് ഇതിനിടയ്ക്ക് നമ്മുടെ അക്ബറിൻ്റെ ഉമ്മ വിളിച്ചപ്പോൾ അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞതുപോലെ നമ്മുടെ ആദിലെടുത്ത് നൂറെടുത്തും അധികം സഹകരണം വേണ്ടാന്ന് ആ ഒരു ഭാഗം എഡിറ്റ് ചെയ്തല്ലേ കാണിച്ചത്. അപ്പോൾ അതേപോലെ തന്നെ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു അനുമോൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലാണ് മിക്ക ഭാഗവും കാണിക്കുന്നത്. അനുമോൾ ചെയ്യുന്ന പല തെറികൾ വിളിക്കുന്നതാണെങ്കിലും മോശമായ വാക്കുകൾ പറയുന്നതാണെങ്കിലും ഇതൊന്നും പുറത്തേക്ക് വിടുന്നില്ല. ഞാൻ ഇന്നൊരൊന്നുമില്ല കാണുന്നത്. പല പ്രാവശ്യം ശ്രദ്ധിക്കുന്നുണ്ട്. മൈക്ക് മാറ്റി വെക്കുമ്പോൾ ആ ഭാഗം എഡിറ്റ് ചെയ്ത് ഉടനെ അടുത്ത ഫോക്കസ് കാണിക്കും. എന്താണ് നമ്മൾ കേൾപ്പിക്കണം, അവരെന്താ പറയുന്നതെന്ന് നമ്മളെ കേൾക്കണം. നമ്മളെ കേൾക്കാൻ വേണ്ടിയിട്ടില്ലേ ഇരിക്കുന്നത്. ലൈവ് കാണാൻ വേണ്ടിയിട്ട് ഹോട്ട്സ്റ്റാറും ചാർജ് ചെയ്തിട്ട് ഇരുന്നിട്ട് അവർ പറയേണ്ട കാര്യങ്ങൾ വരുമ്പോൾ ആ ഭാഗം മാറ്റിയിട്ട് മറ്റേ തമാശ കാണിക്കലും അവിടെ പാട്ട് പാടുന്ന കാണിക്കുന്ന അല്ല കാണാൻ പറ്റില്ല നമ്മളിരിക്കുന്നത്. ഇവരിവിടെ മറ്റുള്ള കുറിച്ച് കുന്നായം പറഞ്ഞിരിക്കുമ്പോൾ എന്താ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാതോർത്ത് വരുമ്പോൾ ഉടനെ ബിഗ് ബോസ് അത് മാറ്റിക്കളയും. അതായത് നല്ല രീതിയിൽ അനുമോളെ ബിഗ് ബോസ് സേവ് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം താഴെ പറയാം കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ അക്ബറിൻ്റെ കാര്യത്തിൽ വെച്ചാൽ എനിക്ക് ഉറപ്പായിട്ടുണ്ട് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പുറത്തേക്ക് വിടുന്നു. ആരെ ബൂസ്റ്റ് ചെയ്യണം അവരെ കാര്യങ്ങൾ ബൂസ്റ്റ് ചെയ്ത് പുറത്തേക്ക് വിടുന്നു. ആരെ നെഗറ്റീവ് ആക്കണം അവരുടെ നെഗറ്റീവ് ആക്കിയ ഭാഗങ്ങൾ പുറത്തേക്ക് വിടുന്നു. ഇതാണ് സത്യം പറഞ്ഞാൽ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. കാര്യം ഈ ഒരു കാര്യം കൊണ്ട്. കാര്യം അനുമോളുടെ പല പ്രാവശ്യമായി മൈക്ക് മാറ്റി വെച്ചുള്ള വർത്താനം ആ ഭാഗത്ത് ഫോക്കസ് മാറ്റിയിട്ട് വേറെ രീതിയിലേക്കാണ് ബിഗ് ബോസ് കൊണ്ടുപോകുന്നത്. അത് അവർക്കൊരു സ്ക്രിപ്റ്റ് കാണുമായിരിക്കും, പലരും പറയുന്നുണ്ടല്ലോ, അതേ രീതിയിലായിരിക്കാം കൊണ്ടുപോകുന്നത്. അനുമോളെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് വേറൊരാളെ നെഗറ്റീവ് ആക്കിക്കൊണ്ടായിരിക്കും ബിഗ് ബോസിൻ്റെ സ്ക്രിപ്റ്റ് വെച്ചിരിക്കുന്നത്. അതേ രീതിയിലായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇത് പ്രേക്ഷകരോട് ചെയ്യുന്ന ചതിയാണ്. കാര്യം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവരെന്തോ മോശം വാക്കുകൾ പറയുന്നത്. അതുപോലും കേൾപ്പിക്കാതെ ഉടനെ ഫോക്കസ് മാറ്റുക എന്ന് പറയുന്നത് അത് പ്രേക്ഷകരെ ചതിക്കുന്ന പോലെ തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം.
കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതും കൂടെ ഒന്ന് പരിഗണിക്കണം, മറക്കരുത്.